ജസ്റ്റിസ് പി സദാശിവത്തിന് ശേഷം കേരളത്തിലെത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ എപ്പോഴും ഇടതുപക്ഷ സർക്കാരിനോട്, പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോട് തമ്മിലടിച്ചു നിൽക്കുന്ന പ്രകൃതം. പല വിഷയങ്ങളും ഇത്തരത്തിൽ സർക്കാർ ഗവർണർ പോര് രൂക്ഷമായിരുന്നു. അത് കോടതി കയറുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. പലതവണ മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം ആക്രോശിച്ചിട്ടുമുണ്ട്. നേരിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക, വാർത്താ സമ്മേളനം വിളിക്കുക എന്നീ കീഴ്വഴക്കങ്ങൾ നേരത്തെ ഗവർണർക്ക് ഉണ്ടായിരുന്നില്ല. പലപ്പോഴും അവിചാരിതമായോ അപ്രതീക്ഷിതമായോ ഒക്കെയാണ് ഗവർണർ മാധ്യമങ്ങളെ കാണാറുള്ളത്. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ആകട്ടെ വാർത്താ സമ്മേളനം നടത്തി മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തിരുന്നത്. യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിന്റെ റോളിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സർക്കാരിന്റെ ഒരു നടപടികളോടും ഒരു നിലപാടുകളോടും അദ്ദേഹത്തിന് താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെയാണ് പല ബില്ലുകളും അദ്ദേഹം ഒപ്പുവെക്കാതെ പിടിച്ചു വെച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട വീക്ഷണം, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്ക് വന്നിരുന്നു. അത് കേരളത്തിലെ ഗവർണർക്കും ബാധകമാണെന്ന ഒരു പരാമർശവും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അത്തരത്തിൽ കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ ഒപ്പിടുന്നില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളം സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. കേരളത്തോടൊപ്പം തന്നെ തമിഴ്നാടും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. മറ്റു ചില സംസ്ഥാനങ്ങളും ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്നാൽ സുപ്രീം കോടതി പറഞ്ഞത് ഇത്തരത്തിൽ ബില്ലുകൾ തടഞ്ഞു വെക്കാൻ ഒരു ഗവർണർമാർക്കും അധികാരമില്ല എന്നുള്ളതാണ്. നിയമം നിർമ്മിച്ചിരിക്കുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും നിയമസഭയുമാണ്. അതുകൊണ്ട് തന്നെ അത് വൈകിപ്പിക്കരുതെന്ന നിർദ്ദേശവും കോടതി നൽകി. അടുത്ത പണി കേരള ഗവർണർക്കാകുമെന്ന് മനസ്സിലാക്കിയ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ബില്ലിൽ മാത്രം ഒപ്പുവെച്ച് മറ്റു ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച് തല ഊരുകയും ചെയ്തു. അത്തരത്തിൽ ഒരു തലത്തിലും കേരള സർക്കാരിന് മുന്നിൽ മുട്ടുകുത്തില്ല, പിണറായി വിജയന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. എന്തിനാണ് ഇദ്ദേഹം ഇത് നടത്തുന്നത് എന്നുള്ള കാര്യത്തിലാണ് പലർക്കും സംശയം ഉണ്ടായത്. ഒരു വിഭാഗം പറഞ്ഞു അദ്ദേഹത്തിന് അടുത്ത ടേമിൽ വീണ്ടും ഗവർണറാകാൻ വേണ്ടിയാണ് ഈ കാട്ടിക്കൂട്ടൽ എന്നുള്ളതാണ്. അതേസമയം തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നിന്നും മുസ്ലിം പ്രതിനിധിയായി മത്സരിക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും പറയുന്നവരുണ്ട്. എന്തുകൊണ്ടും ഇതിനെല്ലാം തന്നെ സാധ്യതയുണ്ട്. 5 വർഷം കൂടി ആരിഫ് മുഹമ്മദ് ഖാനെ ഗവർണറാക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട്. കേന്ദ്ര സർക്കാർ നാമനിർദ്ദേശം നൽകുന്ന പ്രകാരം രാഷ്ട്രപതി അത്തരമൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും സംസ്ഥാനത്തിന്റെ ഗവർണറായി ചുമതലയേൽക്കും. കുറച്ച് മാസങ്ങൾ കൂടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കാൻ. അതോടൊപ്പം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിന്നാലെ വരുന്നത്. ഉത്തർപ്രദേശ് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരു മുസ്ലിം നാമധാരി കൂടിയായ ഗവർണർ, അല്ലെങ്കിൽ ഒരു മുസ്ലിമായ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്താൽ തീർച്ചയായും മുസ്ലിം പ്രാതിനിധ്യം നൽകുക എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനവും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു കേന്ദ്രമന്ത്രിയാകാൻ എന്തുകൊണ്ടും താൻ കെൽപ്പുള്ളവനാണ് എന്ന് തെളിയിക്കുക കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഗവർണർ എന്നതിലുപരി ഒരു രാഷ്ട്രീയക്കാരനാണ് താൻ എന്ന കാര്യമാണ് അദ്ദേഹം എപ്പോഴും വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച പരിചയം, കോൺഗ്രസിലടക്കം പ്രവർത്തിച്ച പരിചയമുള്ള ഒരാൾ കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ. അവസാനം ഇപ്പോൾ എത്തി നിൽക്കുന്ന BJPയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ റോൾ തന്നെയാണ്. എന്തുകൊണ്ടും അദ്ദേഹത്തിന് ഈ അധികാര സ്ഥാനങ്ങൾ നിലനിർത്താൻ വേണ്ടി BJPയെ പ്രീണിപ്പിച്ചേ മതിയാകൂ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചാൻസലർക്കെതിരെ SFI സമരം നടത്തുന്ന രാത്രിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനുമായി ഗസ്റ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന്റെ അടുത്ത ദിവസമാണ് മിഠായി തെരുവിൽ ഗവർണറുടെ ഷോ ഉണ്ടായത്. മിഠായി തെരുവിലൂടെ ഇറങ്ങി നടക്കുകയും കുട്ടികളെ കെട്ടിപ്പിടിക്കുകയും വ്യാപാരികളുമായി സംവദിക്കുകയും വ്യാപാരികളുമായി അവരുടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ചെന്ന് അലുവ കഴിക്കുന്നു. അത്തരത്തിൽ പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്നടക്കമുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രി ഒരു ഭാഗത്ത് നിന്ന് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ ഒരു വാക്യം. ഇപ്പോൾ ഒരു സെനറ്റിന്റെ നിയമനം മാത്രമാണ് നടന്നിരിക്കുന്നത്. ഇനി എല്ലാ സെനറ്റിലും സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു വരും. നിങ്ങളുടെ കൈപ്പിടിയിൽ നിന്ന് കേരളത്തിലെ സർവകലാശാലകളെ മോചിപ്പിക്കും, സ്വയംഭരണം കൊണ്ടുവരും. ഈ ഗവർണറെ ഉടനെ മാറ്റണമെന്നൊക്കെ ചില ആൾ പറഞ്ഞിരിക്കുക. തിരിച്ചു വിളിക്കണം. ഗവർണർ 5 കൊല്ലം കൂടി കേരളത്തിൽ വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു 5 കൊല്ലം കൂടി കേരളത്തിൽ ഇരുന്നാൽ നിങ്ങളൊക്കെ ആഫീസ് പൂട്ടി പോകേണ്ടി വരും. അതായത് K സുരേന്ദ്രൻ പറയുന്നത് 5 വർഷം കൂടി, ഇനി അടുത്ത 5 വർഷം കൂടി ഈ ഗവർണറെ തന്നെ സംസ്ഥാനത്തിന് ആവശ്യമാണ്. ഒരു 5 വർഷം കൂടി ഇനി ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ തുടരുകയാണെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ ഗവർണറായി തുടരുകയാണെങ്കിൽ
കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല, CPM എന്നല്ല, ഇടതുപക്ഷത്തിന്റെ ആപ്പീസ് എല്ലാം പൂട്ടിപ്പോകുമെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. അതിനർത്ഥം കേരളത്തിലെ BJPക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ വീണ്ടും തുടരണമെന്നുള്ള ആഗ്രഹം ഉണ്ട് എന്നുള്ളതാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു വട്ടം കൂടി ഗവർണർ ആയി കഴിഞ്ഞാൽ തങ്ങൾക്ക് കൃത്യമായ അജണ്ടകൾ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അർത്ഥം വയ്ക്കുന്നത്. പല വിഷയങ്ങളും അത് വ്യക്തമായതാണ്. BJP CPM സംഘർഷമൊക്കെ ഉണ്ടാകുമ്പോൾ ഗവർണറെ കാണുന്ന രീതി കെ സുരേന്ദ്രൻ അന്ന് അനുവർത്തിച്ച് വന്നിരുന്നു. അത്തരത്തിൽ ഗവർണറുമായി നിരന്തരം സംവദിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. BJP എന്തായാലും നിരോധിത സംഘടനയൊന്നുമല്ലല്ലോ. അതുകൊണ്ട് BJP പ്രവർത്തകരെയോ അല്ലെങ്കിൽ BJP സംസ്ഥാന അധ്യക്ഷനെയോ കാണുന്നത് ഒരു തെറ്റുമില്ല എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പറഞ്ഞു വെക്കുന്നത്. ഇന്നലെ കെ സുരേന്ദ്രന്റെ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം കൂടിയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സംസ്ഥാന BJP നേതാക്കളെല്ലാം തന്നെ ആരിഫ് മുഹമ്മദ് ഖാനിൽ തൃപ്തനാണ്. ഗവർണറുടെ നടപടികൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് കേരള നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ ഇക്കാര്യം അറിയിക്കുകയാണെങ്കിൽ, അമിത്ഷായെ അടക്കം അല്ലെങ്കിൽ JP നദ്ദയെ അടക്കം അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായും ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ വീണ്ടും ഗവർണറാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെയാണ് UPയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് കേന്ദ്രമന്ത്രിയാകാനും സാധ്യതയുണ്ട്. നേരത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പോലും ആരിഫ് മുഹമ്മദ് ഖാനെ പരിഗണിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഉപരാഷ്ട്രപതിയേക്കാൾ നല്ലത് ഇപ്പോൾ കേരള സർക്കാരിനോട് മുട്ടി നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് അത് തുടരട്ടെ എന്നുള്ള തീരുമാനം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കേന്ദ്രമന്ത്രിയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മന്ത്രിസ്ഥാനം തന്നെയായിരിക്കും ആരിഫ് മുഹമ്മദ് ഖാന് ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ മന്ത്രിസ്ഥാനത്തേക്കാൾ ഭരണഘടനാ പദവി എന്ന രീതിയിൽ ഗവർണർ സ്ഥാനം, അത് കേരളത്തിലാകട്ടെ പുറത്താകട്ടെ എങ്ങനെയാണെങ്കിലും ഗവർണർ സ്ഥാനമോ അദ്ദേഹത്തിന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാട്ടിക്കൂട്ടലുകൾ എന്നുള്ള വിമർശനമാണ് പല രീതിയിലും പല സമയങ്ങളിലും മുഖ്യമന്ത്രിയും തിരിച്ചുമൊക്കെ ഉന്നയിച്ചത്. ഈ ഉപരാഷ്ട്രപതി വിഷയത്തിൽ പോലും അദ്ദേഹം ഇക്കാര്യം ഒരു വേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞാൽ മറ്റ് പല സ്ഥാനങ്ങൾക്കും വേണ്ടിയാണോ ഈ കാട്ടിക്കൂട്ടൽ എന്ന് താൻ സംശയിക്കുന്നുവെന്ന് ഒരു വേള മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാക്കുകളിൽ നിന്ന് ഏതാണ്ട് നമുക്കൊരു ചിത്രം വ്യക്തമാണ്. ഒന്നുകിൽ കേരളത്തിന്റെ അടുത്ത ഗവർണറായി അല്ലെങ്കിൽ 5 വർഷം കൂടി ആരിഫ് മുഹമ്മദ് ഖാൻ തുടരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നും മുസ്ലിം പ്രതിനിധിയായി മത്സരിച്ച് കേന്ദ്രമന്ത്രിയാവുക. അടുത്ത തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP ആത്മവിശ്വാസമുണ്ട്. BJP തന്നെയായിരിക്കും അല്ലെങ്കിൽ NDA തന്നെയായിരിക്കും രാജ്യം ഭരിക്കുക എന്നുള്ളൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ 100% ഉറപ്പ് BJP സംബന്ധിച്ചിടത്തോളം ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ആരിഫ് മുഹമ്മദ് ഖാന് ഒരു ലോക്സഭാ സ്ഥാനാർത്ഥിത്വം ലഭിക്കുകയോ വിജയിക്കുകയോ ചെയ്താൽ എന്തുകൊണ്ടും കേന്ദ്രമന്ത്രിയാകാം. ഇനി അഥവാ പരാജയപ്പെട്ടാൽ പോലും ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തിച്ച് രാജ്യസഭാ അംഗമായിരിക്കെ തന്നെ കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതകളും കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ BJPയെയും അല്ലെങ്കിൽ BJP കേരള നേതൃത്വത്തെയും കേന്ദ്ര നേതൃത്വത്തെയും ഒക്കെ ഒരുപോലെ പ്രീണിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് എപ്പോഴും എതിരാളികളായിട്ടുള്ള ഇടതുപക്ഷത്തെയും കേരള സർക്കാരിനുമെതിരെയും എപ്പോഴും ഇത്തരം ആക്രോശങ്ങളും അല്ലെങ്കിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള സംഘർഷം കലുഷിതമാക്കുകയും രൂക്ഷമാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.